ഇന്ന് ഈ വൻപയർ ഇട്ട് നമുക്കൊരു മിക്സ് തോരനുണ്ടാക്കാം. അപ്പോൾ അത് ആദ്യം കഴുകി വെള്ളത്തിലിടാം കുതിരാൻ വേണ്ടി. അപ്പം നമ്മൾ പയർ വെള്ളത്തിലിട്ടിരുന്ന് അത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. 2-2.5 മണിക്കൂറായി നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. മിക്സ് തോരന് വേണ്ടി കുറച്ച് ക്യാബേജ്, 3-4 ബീൻസ്, 2 മീഡിയം സൈസ് സവാള, 1 ക്യാരറ്റ്, 2-3 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, പച്ചമുളക്, സവാള ഇതെല്ലാം അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ ജീരകം ചതച്ചത്, ഉപ്പ് പാകത്തിന്. അരിഞ്ഞു വെച്ച പച്ചക്കറികൾ നമ്മളൊരു പാത്രത്തിലിട്ട് കൊടുത്ത് ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഉപ്പും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും ഉപ്പും എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടി അടപ്പേ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനിച്ചട്ടി അടപ്പേ വെച്ചു ഫ്ലെയിം ഓണാക്കി ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വളരെ കുറച്ച് മതി. ഇപ്പോൾ കടുകൊക്കെ ഇട്ട് പൊട്ടി ഇനി കറിവേപ്പില ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കടുക് പൊട്ടിക്കാവുള്ളൂ. ഇനി നമ്മുടെ കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെള്ളം തോരാൻ വെച്ച പയറിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം. തോരൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. എന്ത് സാധനവും നമ്മൾ ഒരുവിധം വേവാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു സാധനവും കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഒരു അല്പം കൂടി വേവാനുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വലിയ വേവൊന്നും ഇല്ല, കാരണം ഓൾറെഡി നമ്മൾ പയറെല്ലാം വേവിച്ച് വെള്ളം വാലാൻ വേണ്ടി വെച്ചിരുന്നു. ആ പയർ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ ക്യാബേജിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ആ നനവ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം നല്ലതുപോലെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് വിളമ്പാം. ക്യാബേജ് മിക്സ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി തോരൻ എല്ലാവരും ഒന്ന് വെച്ച് നോക്ക്. ക്യാബേജ് കൊണ്ട് ഇങ്ങനെയും തോരൻ വെക്കാം. ഞാൻ കാണിച്ചു തന്നതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്ക്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു തോരനാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുളിശ്ശേരിയോ സാമ്പാറോ ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ പുളിശ്ശേരിയും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാം. സാമ്പാറായാലും തരക്കേടില്ല. ഊണ് സൂപ്പറായിരിക്കും, ഉച്ചക്കലത്തെ ഊണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും.